ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്ന ചെറിയ പഴം വെച്ചിട്ട് ആവിയിൽ വേവിച്ചിട്ടുള്ള ഒരു പലഹാരം. അതിന് വേണ്ടിയിട്ട് ചെറിയ പഴം എട്ടെണ്ണം എടുത്തിട്ടുണ്ട്, കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, വെല്ലം ഇതാ ഉരുക്കിയിട്ട് അതും എടുത്തിട്ടുണ്ട് കുറച്ച്. ഇപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് ആക്കുന്നത്. വെല്ലം തേങ്ങ ഞാനൊന്ന് ചൂടാക്കിയിട്ട് എടുത്തതാണ്. ഇനി അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ തണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കണം. അധികം പൊടിഞ്ഞു പോറും ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഈ പഴത്തിനെ ഞാൻ ആവിയിൽ വേവിക്കുന്നുണ്ട്. എള്ളു എടുത്തിട്ടുണ്ട് കുറച്ച്. ഇതാ ഈ പലഹാരത്തിന് ഇടാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുള്ള പലഹാരമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ പഴം ഒന്ന് ആവിയിൽ വേവിച്ചിട്ട് എടുക്കട്ടെ. ഞാൻ ആവിയിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടുന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പരിപാടിയെല്ലാം ചെയ്തു വെക്കാം. ഗൈസ്, കറണ്ട് പോയി. അപ്പോൾ നമുക്ക് തേങ്ങയാക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഈ അരിപ്പൊടി ഒന്ന് കലക്കി വെക്കട്ടെ. കുറച്ച് പാലെടുത്തിട്ട് കലക്കുന്നതാണ്. കട്ടയൊന്നും ഇല്ലാണ്ട് നമുക്ക് അരിച്ചെടുത്തിട്ട് നല്ലോണം കലക്കി എടുത്തിട്ട് വരാം. പാല് മുഴുവൻ ഒഴിച്ചു. അപ്പോൾ ഇതാ ഗൈസ്, ഞാനിത് പാലും കുറച്ച് വെള്ളവും ചേർത്തിനെ, എന്നിട്ട് കലക്കി വെച്ചതാണ്. കുറച്ച് വെള്ളം ചേർക്കേണ്ടി കണ്ടു. അപ്പോൾ ഈ ഒരു പരുവത്തിലാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഴം വെന്തതിൻ്റെ ശേഷം വേണം അടുത്ത പരിപാടി നോക്കാൻ. അപ്പോൾ ഇതാ ഗൈസ്, ചെറിയ പഴം ഞാൻ ആവിയിൽ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടണം. അപ്പോൾ ഗൈസ്, ഇതാ പാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പുഴുങ്ങിയ പഴം ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ഇടുന്നുണ്ട്. ഇനി കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യിലൊന്ന് ഇത് ഞാൻ വരട്ടിയെടുത്ത പോലെ ആക്കട്ടെ. എന്നിട്ട് വേണം ഇതിൻ്റെ അകത്തേക്ക് തേങ്ങയും ഇതെല്ലാം ഉരുക്കി വെച്ചതിൻ്റെ അതും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പം അതവിടെ നാളെ. അപ്പോൾ വെല്ലം ഉരുക്കി വെച്ച ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. വെല്ലം ഒഴിക്കാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഇതിൻ്റെ അകത്തുനിന്ന് വരട്ടിയെടുക്കാം നമുക്ക്. ഈ പഴവും വെല്ലവും എല്ലാം കൂടി അപ്പോൾ ഈ തേങ്ങ പൊടിച്ച് വെച്ചിട്ടില്ലേ, ഞാൻ ഒന്ന് ചൂടാക്കിയിട്ട് അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി എന്നിട്ട് വരട്ടിയെടുക്കാം. അപ്പോൾ കുറച്ച് ഏലക്കായൻ്റെ പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഏലക്കായ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന്.
നല്ലോണം ഇതിൽ വരണ്ട് വന്നാൽ നമുക്ക് അന്നേരം തീ ഓഫാക്കാം. പിന്നെ തീ കൂട്ടി വെക്കണ്ട. കഴിഞ്ഞതിൻ്റെ ശേഷം വേണം ആ അരിൻ്റെ കൂട്ടിലേക്ക് വേവിച്ച് കൊടുക്കാൻ. അപ്പം ഞാൻ തീ ഓഫാക്കിയിട്ട് വാങ്ങി വെക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ കലക്കി വെച്ച ഈ അരിക്കൂട്ടിൽ ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കുക. ഒന്ന് മധുരം ബാലൻസ് ചെയ്യാനല്ലേ നമുക്ക്. ഇതെല്ലാം ചേർക്കുന്നുണ്ടല്ലോ. കുറച്ച് അപ്പക്കാരവും ചേർക്കാം. കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട. ഓക്കെ, ഒരു നുള്ള അപ്പക്കാരവും ചേർത്ത് എന്നിട്ട് നമുക്കിതൊന്ന് ഇവിടെ കലക്കിയിട്ട് റെഡിയാക്കി വെക്കാം. അപ്പം നമ്മളെ പഴം, വെല്ലം, തേങ്ങയെല്ലാം ചേർത്ത് വരട്ടിയ സാധനം ഇതിലേക്ക് മാറ്റി കൊടുക്കണം. കുറച്ച് എള്ളിട്ട് കൊടുക്കണം. എള്ളും ഇട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി. അപ്പോൾ ഇതാ നമ്മളിവിടെ വരട്ടി വെച്ചിട്ടില്ലേ, അത് നമുക്ക് ഈ കൂട്ടിലേക്ക് ആക്കി കൊടുക്കട്ടെ. പഴം എല്ലാം ആക്കിയിട്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഗൈസ് ഞാനിതാ കൂട്ടെല്ലാം കൂട്ടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആവിക്ക് വെക്കാം. ഇതിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട്. ഈ പാത്രത്തിൻ്റെ അടിക്ക് കറണ്ട് പോയി ഗൈസ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇരുട്. അപ്പോൾ ഇതാ കൂട്ടെല്ലാം ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തട്ടി കൊടുക്കാം. ഇനി ഞാനിത് പാത്രത്തിലേക്ക് മാറ്റട്ടെ. അപ്പോൾ ഇത് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ആവി വരട്ടെ, എന്നിട്ട് നമുക്ക് അതിനെ എടുക്കാം. ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെറുതെ ഒരു രസത്തിനിടുന്നതാണ്, കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. നമ്മളൊരു പലഹാരം ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ആക്കുന്നതാണ്, മറ്റൊന്നുമല്ല. അണ്ടിപ്പരിപ്പൊന്നും ഇടുന്നില്ല, മുന്തിരി മാത്രം. അപ്പോൾ എന്നിട്ട് അടച്ച് വെക്കട്ടെ. അപ്പോൾ ഇനി ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് ഞാൻ ആവിയിൽ വേവിക്കാൻ വെച്ചത് വെന്തോന്നൊന്ന് നോക്കട്ടെ. വെന്ത പോലെ തോന്നുന്നുണ്ട് ഗൈസ്. ഏതായാലും ഒന്ന് കുത്തി നോക്കട്ടെ. ഒന്നും പറ്റിയിട്ടൊന്നും കാണുന്നൊന്നുമില്ല, വെന്തിരുന്ന് തോന്നുന്നുണ്ട് കാണുമ്പം തന്നെ. ഈ ഭാഗത്ത് ചെറിയൊരിതുണ്ട്, അപ്പോൾ ലേശം കൂടി ആവണം ഗൈസ്. ആയിട്ടില്ല, കുറച്ചുകൂടി ആവണം. അപ്പോൾ ആയതിൻ്റെ ശേഷം കാണാം. അപ്പോൾ ഗൈസ് ഞാൻ നോക്കട്ടെ, വേവിക്കാൻ വെച്ച പലഹാരം റെഡിയായോ എന്ന്.
കാണുമ്പോൾ റെഡിയായ പോലെ തന്നെ തോന്നുന്നുണ്ട്. കുറേ നേരമായില്ലേ വെച്ചിട്ട്. അപ്പോൾ ഞാൻ വേറെയും ചിന്തിക്കാണ്ട് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കെന്നാൽ ഇനി വാങ്ങി വെച്ചാലോ? ഓക്കെ ഓക്കെ. വെന്തിന് എല്ലാം നല്ല പൊളന്ന പോലെ ആയിട്ടുണ്ട്. ഇങ്ങനെ പൊളന്ന പോലെ വെന്തിട്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ വാങ്ങട്ടെ. തീ ഓഫാക്കട്ടെ. ആദ്യം അതല്ലേ വേണ്ടത്. ഗ്യാസ് ഓഫാക്കി ഇനി വാങ്ങട്ടെ. അപ്പം ഇതാ ഗൈസ് റെഡി ആയിട്ടുണ്ട്. ഇതേതായാലും ഞാനിപ്പം പ്ലേറ്റിലേക്ക് തട്ടുന്നില്ല, ഒന്ന് ആറണം. ആവിയിൽ വേവിച്ചതല്ലേ. അപ്പം അതുകൊണ്ട് ഇത് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് മൈദ വെച്ചിട്ട് എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കാരയിൽ വേണ്ടിക്കൽ ചുടായിന, പിന്നെ ഇഡലി തട്ടിൽ ചുടാം, ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. എങ്ങനെ വേണ്ടിക്കലും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.